പ്രവാസ ഭൂമിയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആത്മീയതയുടെയും ആദരവിന്റെയും പുതുനിറം പകർന്ന് സ്വിറ്റ്സർലൻഡിലെ എക്സ് സീറോ മലബാർ കത്തോലിക്ക സമൂഹം. ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ തയ്യലിന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ 50ാം വാർഷികമായ സുവർണ ജൂബിലി ആഘോഷങ്ങളുമായി ചേർന്നപ്പോൾ അത് വിശ്വാസികൾക്ക് ഇരട്ടി മധുരമുള്ള സ്മരണയായി മാറി. ആഘോഷങ്ങളുടെ ഭാഗമായി അർപ്പിക്കപ്പെടുന്ന സുവർണ ജൂബിലി കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ തയ്യൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്തുമസ് എന്നത് ദൈവത്തിന്റെ ലാളിത്യത്തിലേക്കുള്ള ഇറങ്ങിവരമാണെന്ന് വൈദികൻ തന്റെ വചന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ദൈവം അധികാരത്തിലല്ല, മറിച്ച് പുൽക്കൂട്ടിലെ വിനയത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും നസ്രത്തിലെ യേശുവിന്റെ ലളിത ജീവിതം ഓരോ വിശ്വാസിക്കും വഴികാട്ടിയാകണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ആത്മീയ ചടങ്ങുകൾക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചു. ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണം കുട്ടികൾ മലയാളത്തിൽ അവതരിപ്പിച്ച ക്രിബൻസ്പീൽ എന്ന നാടകമായിരുന്നു. മാതൃഭാഷയോടുള്ള താൽപര്യവും പ്രകടനത്തിലെ മികവും സദസ്സിന്റെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാരിഷ് വക സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജിംഗിൾ ബെൽസ് ഗാനത്തിന്റെ അകമ്പടിയോടെ എത്തിയ ക്രിസ്തുമസ് പാപ്പ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. എ കാത്തലിക് കെയർ ആലപിച്ച മനോഹരമായ കരോൾ ഗാനമാണ് അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിയത്. തുടർന്ന് സൈമൺ വലിപ്ലാക്കലിന്റെ സംഗീത വിരുന്നും ജിമ്മി നസറത്തിന്റെ മിമിക്രിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഇടവകാംഗങ്ങൾ തന്നെ ഒരുക്കിയ വിഭവസമൃദ്ധമായ സ്നേഹവിരുന്ന് ഐക്യത്തിന്റെ സന്ദേശമായി മാറി. ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ വിശ്വാസികളോടൊപ്പം ഭക്ഷണത്തിൽ പങ്കുചേർന്നത് പുരോഹിതനും ജനങ്ങളും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്റെ സാക്ഷ്യമായി. ജോമൻ പത്തുപറയിൽ ചടങ്ങുകൾക്ക് നന്ദി രേഖപ്പെടുത്തി. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും തങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവും മുറുകെ പിടിക്കുന്ന എഗ്ഗിലെ സീറോ മലബാർ സമൂഹം ഈ ആഘോഷത്തിലൂടെ സ്വിറ്റ്സർലൻഡിലെ മലയാളി സമൂഹത്തിന് മാതൃകയായി. സ്വിറ്റ്സർലൻഡിലെ എഗ്ഗിൽ നടന്ന ഈ ക്രിസ്തുമസ് ആഘോഷം യേശുവിന്റെ ജനനം അനുസ്മരിക്കുന്നതോടൊപ്പം ഫാദർ സെബാസ്റ്റ്യന്റെ 50 വർഷങ്ങളായുള്ള പുരോഹിത ശുശ്രൂഷയെയും സമൂഹത്തിന്റെ വിശ്വാസയാത്രയെയും ഒരുമിച്ച് ആഘോഷിച്ച ആത്മീയവും ചരിത്രപരവുമായ ഒരു അപൂർവ മുഹൂർത്തമായി.